കലയന്താനി ബിജു ജോസഫിന്റെ കൊലപാതകം. അതിലെ പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ജോമോനും സംഘവും ഉപയോഗിച്ച വാനും ബിജുവിന്റെ ഇരുചക്ര വാഹനവും ഒക്കെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തെളിവെടുപ്പിനിടയിൽ ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും. ഒന്നാം പ്രതിയായ ജോമോനാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ വാൻ ഓടിച്ചിരുന്നതെന്നാണ് മൊഴി. ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രതികളെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് അത് ഈ സംഭവത്തിൽ ഏറെ നിർണായകവുമായി തീരും. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ എങ്ങനെയാണ് പോലീസിൻ്റെ നടപടികൾ, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോക്ക്, അന്വേഷണ പുരോഗതിയൊക്കെ അറിയാൻ ആൽവിൻ തോമസ് ഉണ്ട് നമുക്കിപ്പം ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, ഗുഡ് മോർണിംഗ്. 3 പ്രതികളെ ഇന്നലെ കസ്റ്റഡിയിൽ കിട്ടി. ഈ വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇനി അത് കസ്റ്റഡിയിൽ എടുക്കണം. ഒപ്പം തന്നെ ഈ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനി സാധൂകരിക്കേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് കൃത്യം നടത്തിയത്, എവിടെ വെച്ചാണ്, ഏത് രീതിയിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ പോലീസ് നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇന്ന്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. 3 പ്രതികളെയാണ് ഇന്നലെ തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്, പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അതിൽ ഒന്നാം പ്രതി ജോമോൻ, അതോടൊപ്പം തന്നെ ജോമിൻ എന്ന മറ്റൊരു പ്രതി, കൊട്ടേഷൻ സംഘാംഗം കൂടിയായ മുഹമ്മദ് അസ്ലം. ഇങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഇവരുമായുള്ള തെളിവെടുപ്പ് ഈ ദിവസങ്ങളിൽ നടത്തും. അതിൽ ഏറ്റവും പ്രധാനം ഈ ബിജു കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 4:30 സ്കൂട്ടറിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ബിജുവിനെ തട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ബിജുവിനെ അവിടെ നിന്ന് തട്ടി ഒരു ഒമ്നി വാനിൽ വലിച്ചിടുകയായിരുന്നു കൊട്ടേഷൻ സംഘം എന്നുള്ളതാണ് അറിയുന്നത്. ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ജോമോനാണ്. ഈ ബിജുവിൻ്റെ സ്കൂട്ടർ അത് പിന്നീട് ഓടിക്കുന്നത് ഈ ജോമിൻ എന്നയാളാണ്. അങ്ങനെ ഈ 2 വാഹനങ്ങളാണ് കണ്ടെടുക്കേണ്ടത്. അത് രണ്ടും പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്, എവിടെയാണെന്നുള്ളത് കണ്ടെടുത്തിട്ടുണ്ട്. ഇനി അത് തെളിവെടുപ്പിനായി മാത്രം കൊണ്ടുവരിക എന്നൊരു സാങ്കേതികത്വമാണ് ഇനി ഉള്ളത്. ഈ പ്രതികളെ കൊണ്ട് ഇവർ ഈ വാഹനം ഒമ്നി വാനും അതോടൊപ്പം തന്നെ ഈ സ്കൂട്ടറുമാണ് കണ്ടെടുക്കേണ്ടത്. തൊണ്ടിയാണ് ഈ കേസിൻ്റെ. അതുകൊണ്ട് തന്നെ ഇത് പ്രതികളെ എത്തിച്ചുള്ള ആണ് ഇത് വീണ്ടെടുക്കേണ്ടത്. ഈ ഒമ്നി വാൻ ഇവിടെ കലയന്താനിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ ജോമോൻ എന്ന ആളുടെ സുഹൃത്തിൻ്റെ വാഹനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വാഹനം പോലീസ് നേരത്തെ തന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അത് ഇന്ന് കണ്ടെടുക്കും. അതോടൊപ്പം തന്നെ ബിജുവിൻ്റെ സ്കൂട്ടർ നിലവിൽ പറവൂർ എന്ന സ്ഥലത്താണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പറവൂരിൽ ജോമിൻ ഈ കൊലപാതകത്തിന് ശേഷം ഈ സ്കൂട്ടർ പറവൂരിൽ എത്തിച്ചു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അവിടെ നിന്നാണ് ജോമിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കൂട്ടറും കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. പിന്നീട് മറ്റൊരു പ്രതി എന്ന് പറയുന്നത് ആഷിഖ് എന്നയാളാണ്. ഇയാളും കൊട്ടേഷൻ സംഘം ഉൾപ്പെടുന്ന ആളാണ്. ഇയാൾ ഇതുവരെ പോലീസ് ഈ കേസിൽ ഇവിടെ എത്തിച്ചിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇയാൾ കാപ്പ കേസിൽ എറണാകുളത്ത് പറവൂരിൽ ഒരു ജയിലിൽ കഴിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അയാൾക്കായുള്ള പ്രൊഡക്ഷൻ വാറണ്ട് നേരത്തെ തന്നെ കോടതിയിൽ നിന്ന് പോലീസ് വാങ്ങി കഴിഞ്ഞു. അയാളെ ഇനിയിപ്പോൾ ഇവിടെ എത്തിച്ച ഈ കേസിൽ, ഈ കൊലപാതക കൊട്ടേഷൻ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന സംഗതി ഇനി പോലീസ് നടത്തേണ്ടത്. അതിനുവേണ്ട നടപടികൾ പോലീസ് ഏതായാലും നടത്തിവരികയാണ്. ഈ 4 പേരെയും ഒരുമിച്ച് ഇനിയും വീണ്ടും പലയിടങ്ങളിലായി തെളിവെടുപ്പിന് ഈ ദിവസങ്ങളിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 4 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. 4 പേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തുമെന്നുള്ളത് നേരത്തെ തന്നെ SP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുമുണ്ട്.